ഹായ് ഓൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ചാറാണല്ലോ വെളുത്തുള്ളി അച്ചാർ. വളരെ രുചികരമായും നല്ല എളുപ്പത്തിലും തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് വെറൈറ്റി ഉള്ള അച്ചാർ റെസിപ്പികളൊക്കെ ഉണ്ട്. ഇത് അതിൽക്കും ഒന്നും കൂടി വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ml കപ്പിന് ഒരു കപ്പ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ഇട്ടുകൊടുക്കാം. ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതും, നമ്മുടെ അച്ചാറിൽ നിന്നുള്ള വെളുത്തുള്ളി അല്ല കേട്ടോ, അത് വേറെ സെപ്പറേറ്റ് കുറച്ച് വെളുത്തുള്ളി എടുക്കാം. കുറച്ച് വലിയ അല്ലിയാണെങ്കിൽ 5-6 അല്ലി എടുത്താൽ മതി. ഇത് ചെറുതായിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതലായി തോന്നുന്നത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. അതുപോലെ നമ്മുടെ അച്ചാറിൽ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. എപ്പോഴും നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അച്ചാറിൽ കൂടുതൽ എണ്ണ ഉണ്ടായിരിക്കണം, എന്നാലേ കേടുവരാതെ കുറേ ദിവസം ഇരിക്കത്തുള്ളൂ. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക എന്നല്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കൂടുതൽ നമ്മുടെ വെളുത്തുള്ളി വെന്ത് പോവരുത്. വെന്ത് പോയാൽ നമ്മുടെ അച്ചാർ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വെളുത്തുള്ളിയിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടായി തന്നെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ 2 മിനിറ്റായിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ബൗളിലോട്ട് മാറ്റാം. ശേഷം നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം വീണ്ടും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്കിതാ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തി കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ഒരു കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയും അതുപോലെ 1 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർത്തി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം ഞാനിതാ ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമ്മുടെ വഴറ്റി വെച്ച നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്തി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് മിക്സായി യോജിപ്പിക്കാം. നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ട് തന്നെ വെളുത്തുള്ളിയിലൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്തി കൊടുക്കണം. അതൊരു 60 ml കപ്പിന് വിനാഗിരി ചേർത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാറിന് കുറച്ച് പുളിയൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വിനാഗിരി ഇതിൽ നിർബന്ധമാണ്. പിന്നെ പെട്ടെന്ന് തന്നെ കേട് വരുമൊന്നുമില്ല, അതിന് വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരി ചേർത്തി കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി മറിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ പച്ചമുളക് എന്താ ഇടാത്തത്, അതുപോലെ ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ എന്താ ഇടാത്തത്. പക്ഷെ നമ്മൾ അച്ചാർ പൊടി ആയത് കാരണം നമുക്ക് അങ്ങനത്തെ ഒന്നും യൂസ് ആക്കണം എന്നില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം. ഞാനിപ്പോൾ ഇത് നെയ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തിട്ടാണ് നമ്മളൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി വെക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് ദിവസം നമുക്കിത് കേടുവരാതെ ഇരിക്കും. നമ്മൾ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴും അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം ഉണങ്ങിയ കുപ്പിയിലോട്ട് മാത്രം, അതായത് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത ഒരു ഉണങ്ങിയ കുപ്പിയിലോട്ട് മാത്രം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ അച്ചാർ എടുക്കുമ്പോൾ സ്പൂണൊക്കെ നനവില്ലാത്തത് നോക്കിയിട്ട് വേണം എടുക്കാൻ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ കേടായി പോകും. ഈ അച്ചാർ എന്നല്ല കേട്ടോ, എല്ലാ അച്ചാറും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ വെളുത്തുള്ളി അച്ചാർ കാണാൻ എന്ത് മാത്രം ഭംഗിയല്ലേ, അതുപോലെ തന്നെ കഴിക്കാനും വളരെ രുചികരമാണ്. സാധാരണ നമ്മുടെ ഏത് അച്ചാറാണെങ്കിലും ഒരു 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ പുളിയും എരിയും ഒക്കെ ഇറങ്ങി ഒന്ന് സെറ്റ് ആവണം. എന്നിട്ട് നിങ്ങളൊന്ന് കഴിച്ചോ കേട്ടോ, സൂപ്പർ ആകുവേ.
എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും അടിപൊളി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു.